ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വയനാട് വ്ളോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്, പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അത് പോയിട്ട് കാണാം. പാർട്ട് 1 വീഡിയോ അവസാനിച്ചത് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളും ഫുള്ളായിട്ട് കാടാണ്, കാട്ടിനുള്ളിലാണ് ഈ റിസോർട്ടുള്ളത്. നല്ല അടിപൊളി കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതേപോലെ നൈറ്റ് ഡ്രൈവ് ചെയ്യണം. രണ്ട് ഭാഗവും ഫുൾ കാടും, ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വണ്ടിൻ്റെ വെളിച്ചത്തിൽ മാത്രമായിരുന്നു ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു അതേ ബോർഡിൽ ഇവിടെ എന്താ പറയുക, ആന ഇറങ്ങുന്നുണ്ട്, കാട്ടുപോത്ത് ഇറങ്ങുന്നുണ്ട്, അങ്ങനെയൊക്കെ ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകുന്ന ടൈമിൽ കാട്ടുപന്നി അതുപോലെ തന്നെ മാന് ഇവരെ രണ്ടാളെയും മാത്രമേ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നല്ല കാടിനുള്ളിൽ, ഫുൾ കൊടും കാടിനുള്ളിലാണ് ഈ റിസോർട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ രാത്രി ഒരു 10 മണിക്ക് ശേഷമായിരുന്നു റിസോർട്ടിലേക്ക് എത്തിയത്. കാരണം നമ്മൾ കേരളത്തിലാകുമ്പോൾ നമുക്ക് കുറച്ച് അടുത്താണ്. പക്ഷെ നമ്മൾ വയനാട് നിന്നും 900 കണ്ടിലേക്ക് 3 hours യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ച് വീണ്ടും ഇവിടത്തേക്ക് എത്തുമ്പോൾ 10 മണിയായിട്ടുണ്ടായിന്. അവർ 8 മണിക്കാണ് നമുക്ക് കയറേണ്ട സമയം പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ നമ്മൾ എത്തുമ്പോൾ 10 മണിയായിട്ടുണ്ടായി. അപ്പോൾ ഈ റിസോർട്ട് ഉള്ളത് തിരുനെല്ലി എന്നിട്ടുള്ള സ്ഥലത്താണ്. വയനാടും അതുപോലെ തന്നെ കർണാടക ബോർഡറിൻ്റെ നടുക്കായിട്ട് തിരുനെല്ലി എന്നിട്ടുള്ളൊരു പ്ലേസിലാണ്. ഈ റിസോർട്ടിൻ്റെ പേര് എന്ന് പറഞ്ഞത് ജംഗ റിട്രീറ്റ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒന്നും കാണുന്നതന്നെ ഉണ്ടായിട്ടില്ല, ഫുൾ കാടായതുകൊണ്ട്. വെളിച്ചാണെങ്കിൽ നമ്മൾ നടക്കുന്നതിന് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, ചെറിയ ലൈറ്റേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മൾ പോയ പാടെ തന്നെ ഫുഡ് കഴിക്കാനാണ് ഇരുന്നത്. നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഫുഡായിരുന്നു. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിക്കാനിരുന്ന്. അപ്പോൾ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചത്, റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചത് മന്തിയായിരുന്നു. മന്തിയും അതുപോലെ തന്നെ ഫഹാമോ ആയിരുന്നു വാങ്ങിച്ചത്. പിന്നെ കുറച്ച് പൊറോട്ട അങ്ങനെയെല്ലാം ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. മന്തിയും അതുപോലെ തന്നെ അൽഫാമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടായിന്. കിടക്കുമ്പോൾ ഒരു 10-12 മണിയായിട്ടുണ്ടായിന് നമ്മൾ വന്നതും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ രാവിലെ റിസോർട്ടിലെ നമ്മൾ എടുത്തിട്ടുള്ള റൂമാണിത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മരത്തടി കൊണ്ടാണ് ഈ റൂം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റിസോർട്ടിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത ഉടനെ ഒരു ബെഡ് ഉണ്ട്. നമ്മളെ വേറൊരു ഗസ്റ്റിന് നമുക്ക് കിടക്കാൻ പറ്റിയിട്ടുള്ള റൂമാണ്. പിള്ളേരൊക്കെ നമ്മൾ മറ്റേ മാട്രസ് ആയതുകൊണ്ട്, സ്പ്രിങ് മാട്രസ് ആയതുകൊണ്ട് ഫുൾ അതിലേക്ക് തുള്ളിക്കളിക്കായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ റൂമുണ്ടായത്. ഈ റിസോർട്ടിൽ 2 റൂമാണുള്ളത്. തൊട്ടപ്പുറം തന്നെ ഒരു റൂം കൂടി ഉണ്ട്. അപ്പോൾ ഇത് കണ്ട ഫുള്ളായിട്ട് മരത്തടിയായിരുന്നു. താഴെ മാത്രം ടൈൽസ് അങ്ങനെയായിരുന്നു ഉണ്ടായത്. ഇത് പുറത്തേക്ക് പോകുന്ന ബാൽക്കണിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സിറ്റിംഗ് പ്ലേസ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൊത്തം കാടാണ്, ഇതിന് ചുറ്റും ഫുള്ള് കാടാണ്. പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റൂമിലേക്കാണ്. അപ്പോൾ ഒരു മൈനസായിട്ട് തോന്നിയത് ഇതിലെ നമ്മളെ ഗ്ലാസ് ഡോറ് എന്താ പറയുക, അപ്പുറത്തുനിന്ന് ഇപ്പുറമുള്ളവർക്കും ഇപ്പുറത്തുനിന്ന് അപ്പുറമുള്ളവർക്കും കാണാൻ പറ്റും. അതാണ് എനിക്ക് ചെറുതായിട്ടൊരു മൈനസായിട്ട് തോന്നിയത്. കാരണം 2 റൂമിലുള്ള ആൾക്കാർ അപ്പുറം ഇപ്പുറം കിടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതായിരുന്നു ഈ റിസോർട്ടിൽ 2 റൂമാണ് ഉണ്ടായത്, പിന്നെ പുറത്തൊരു റൂമും. അപ്പോൾ ഇതാണ് രാവിലത്തെ കാഴ്ച. തമ്മിൽ കൊടുത്ത പോലെ തന്നെ കാട്ടിനുള്ളിലൊരു റിസോർട്ട്. കാട്ടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ കൊടും കാട് തന്നെയാണ്. മൊത്തം ഇതിന് ചുറ്റും കാടും അതുപോലെ തന്നെ നമ്മളെ കോഫീൻ്റെ ഫുൾ മരങ്ങളായിരുന്നു. ഇവിടെ ഫുള്ളായിട്ട് കൃഷി കോഫിയാന്ന് തോന്നുന്നു. മൊത്തം കോഫി, ഇതിന് ഈ ചുറ്റൂടെ കുറേ കോഫീൻ്റെ മരങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊരു 6:30 മണിക്കായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ടൈം രാവിലെ തന്നെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എണീച്ചിരുന്നത്. പക്ഷെ ആരും ഉണ്ടായിട്ടില്ല, ആകെ ഒരു മങ്കി മാത്രം ഉണ്ടായിട്ടുണ്ടായിന് ഈ ടൈം, ഒരു 6:30 മണി ടൈം. പക്ഷെ നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പ്, നമ്മൾ ഊട്ടിയിലെല്ലാം പോയ പോലെ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെ ഉണ്ടായത്. അത് നമ്മൾ 900 കണ്ടി പോയപ്പം അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നല്ല തണുപ്പാണ്. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ്. അവർ നമ്മളോട് പറഞ്ഞത് ഇവിടെയൊക്കെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ആനയും അതുപോലെ തന്നെ കാട്ടുപോത്ത് അങ്ങനത്തെ ഓരോ മൃഗങ്ങളൊക്കെ വരുമെന്നാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ ഒറ്റൊരു മങ്കി മാത്രമായിരുന്നു 6:30 മണിക്ക് ഈ ഒരു കൊമ്പിലുണ്ടായത്. കുറേ ടൈം നിന്നിട്ടുണ്ട്. ഞാനൊരു
മണി വരെ ആരെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും കണ്ടിട്ടില്ല, ഈ ഒരു മങ്കീനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത റിസോർട്ടിൻ്റെ മുകളിൽ ഓരോ ആൾക്കാർ വന്നിരിക്കാൻ തുടങ്ങി. ഇവിടെ പോയിട്ട് കൂടുതൽ കണ്ടത് മങ്കീസിനാണ്, വേറൊന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാം ഇവിടെ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. അവർ പറഞ്ഞത് അതുപോലെ കുറേ ആൾക്കാർ ഫോട്ടോസും കണ്ടിട്ടുണ്ടായിന്. കൊങ്ങ ചട്ടിയിട്ടില്ല. ആരാ ഉള്ള മേവി? ആരാ ഉള്ളേ? അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അവർ ആദ്യമായിട്ട് കാണുന്നത്, ഇങ്ങനെ നേരിട്ട് കൺമുന്നിൽ ഇങ്ങനെ നമ്മുടെ മങ്കീസിനൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 10 മണിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇതാണ് നമ്മളെ റിസോർട്ട്. ഒരു കുറേ കുത്തിൻ്റെ മുകളിലായിരുന്നു നമ്മൾ റിസോർട്ട് ഉണ്ടായത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളിൽ ഇവർ കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിന്. കുറേ ചെടികളുണ്ട്, കുറച്ചൊന്നുമല്ല, കുറേ ഫുള്ളായിട്ട് ചെടികളായിരുന്നു. ഇത് ഇവർ ഫുള്ളായിട്ട് വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ റിസോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലാണ്. ഇവിടെ ടോട്ടലി 4 റിസോർട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് ഏറ്റവും മുകളിൽ ആയിട്ടാണ് റിസോർട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ഫുഡ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് താഴെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ ഉള്ളും നല്ല അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകൾ ഭാഗത്തൊക്കെ നല്ലോണം പ്ലാന്റ്സ്, നമ്മൾ പോത്തോസൊക്കെ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയ മൊത്തം ചെടികളും കാടുകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയം ഞാനിപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഓരോ ഏരിയാസും ഫുള്ളായിട്ട് ചെടികളായിട്ട് നിറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു. നല്ല അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ ഒരു ദിവസം എല്ലാവർക്കും സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ റിസോർട്ടിലേക്ക് വന്നാൽ മതി. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു ഇത്. ഇത് വേറൊരു റിസോർട്ടാണ്, ചെറിയൊരു വീട് പോലത്തെ റിസോർട്ടായിരുന്നു. എല്ലാം ഒരുപോലത്തെ റിസോർട്ട് തന്നെയാണ്, പക്ഷേ ഓരോ ഭാഗങ്ങളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പുട്ടും അതുപോലെ തന്നെ കടലക്കറിയും ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇവരത്. അപ്പോൾ പെർ ഹെഡ് 150 രൂപയാണെന്ന് തോന്നുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായത്. അപ്പോൾ വേറൊരു രസകരമായ കാഴ്ച എന്ന് പറഞ്ഞത്, നമ്മൾ ഈ കഴിച്ചിട്ട് നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ ഇവിടെ കുരങ്ങന്മാർ വന്നിട്ട് ഇരുന്നിട്ട് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ നമ്മൾ തൊട്ട് അടുത്തുള്ള ടേബിളിൽ കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടായിന്. അതൊക്കെ അവരെണീച്ച ടൈം നോക്കിയിട്ട് ഇവർ അടിച്ചു മാറ്റി പോയി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഈ റിസോർട്ടിൻ്റെ ഫുള്ളായിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് ഇവരുടെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഏറ്റവും താഴോട്ട് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇവിടെ മരങ്ങളും അതുപോലെ തന്നെ കാടൊക്കെയാണ്. നല്ല അടിപൊളി ട്രീ ആയിരുന്നു അത്. ഫുള്ളായിട്ട് അതിൽ റെഡ് ഫ്ലവേഴ്സ് ആയിരുന്നു. അധികം പെട്ടെന്നൊന്നും വാടിപ്പോകത്ത്. നമ്മളെ ബൗഗൺവില്ലയൊക്കെ പോലത്തെ ഒരു ഫ്ലവർ ആയിരുന്നു അത്. വലിയ മരമാകുന്ന ഫ്ലവർ ആയിരുന്നു. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പൂളുണ്ട്. ഇപ്പോൾ അത് പൂള് ഓപ്പൺ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് ഓപ്പൺ ആക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. അതുകൊണ്ട് തന്നെ പൂള് ഓപ്പൺ അല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, കൂടുതലായിട്ടുള്ളത് മങ്കീസാണ്. നമ്മൾക്ക് അവിടെ കൂടുതലായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഒരു മങ്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് ഇവിടെ നിന്നിട്ടില്ല, സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഓഫ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് വെള്ളം, അതുപോലെ തന്നെ ഈ മലൻ്റെ അടിയിലോട്ടൊക്കെ എന്താ പറയുക, നമ്മൾ വാട്ടർഫോൾസ് പോലെയൊന്നും ഉണ്ടാവുക. അപ്പം കുറേ കുരുമുളകും അതുപോലെ തന്നെ കുറേ കാപ്പിയും കുറേ ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു ഇത്. നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നിന്നപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നി ഈ പ്ലേസ്. അപ്പോൾ ഇതാണ് അവരെ റിസോർട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഫുൾ അപ്പുറം ഇപ്പുറയൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ
നമുക്ക് ഈ റിസോർട്ടിൽ തന്നെ ഉള്ള വാച്ച് ടവർ എന്നിട്ടുള്ള ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കാണാൻ പറ്റും. അതാണ് വാച്ച് ടവറിൽ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ റിസോർട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് അങ്ങനെ കുറച്ച് നടക്കണം. അപ്പോൾ ഇത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ചെറിയൊരു പോണ്ടൊക്കെ പോലെയാണ് ഇതിൻ്റെ സൈഡ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് വരുന്നത് ഈ വെള്ളമൊക്കെ വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെറിയൊരു പോണ്ട് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം കാടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ടൂറിസ്റ്റൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ചെറിയൊരു പോണ്ട് പോലത്തൊക്കെ കാണാൻ പറ്റാം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ എന്ന് പറയുന്നത്. മൊത്തം കാടായിട്ട് നല്ല ഭംഗിയാണ്. കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയിൽ ചെറിയ കരിങ്കല്ല് ഇട്ടിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വാച്ച് ടവർ. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ ഈ മൃഗങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരാൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചെടിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഉമ്മാക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ പറിച്ചെടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവരൊന്നും ഒന്നും ചെയ്യുകയും ചെയ്യില്ല, അവരെന്നെ നമുക്ക് പറിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ നമ്മൾ ചെറിയ സ്റ്റെപ്പായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊന്നും ഒറ്റക്കൊന്നും കയറാൻ പറ്റില്ല, കുട്ടികളൊക്കെ എടുത്തിട്ട് വേണം കയറാൻ. അപ്പോൾ നമ്മളെ ഫാമിലി മാത്രമേ വന്നിട്ടുള്ളൂ, ഫ്രണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പോണ്ടിൽ നിന്ന് ചെറിയൊരു തടാകം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഈ ആനയും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ എന്ന് പറയുന്നത്. നമ്മളെ റിസോർട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം കാടാണ്. ഇതൊരു മലമ്പ്രദേശമാണ്. താഴെ ഇങ്ങനെ തട്ട് പോലെ ആയിട്ട്. തിരിച്ച് നമ്മൾ വാച്ച് ടവർ നോക്കി വരുന്ന സമയം ആ കാടിനുള്ളിൽ നിന്നൊക്കെ കുറേ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പം ഇതാണ് അവസ്ഥ. ഓരോ ആൾക്കാർ നമ്മളെ റൂമിൻ്റെ പുറത്ത് സിറ്റ് ഔട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട്. അവിടെ വെച്ചുകൊടുക്കരുത്. താങ്ക്സ് പറ. നോക്കുന്ന അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കണേ, എല്ലാവർക്കും കൊടുക്കണം. സന്തോഷായി. അസാന്റെ എക്സാം കഴിഞ്ഞാ? പേടിക്കേണ്ട, ഒന്നും ആക്കൂല. സഞ്ചി തീർത്തോന്ന നമുക്ക് കുഞ്ഞിക്കുരങ്ങനെ പൊരുക്കൊണ്ട് പോടി വെച്ചു. അപ്പോൾ ഇന്നലെ ബാക്കിയുണ്ടായ പൊറോട്ട ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിന്. അതിനുശേഷം പണി കിട്ടിയിട്ടാണ് ഉള്ളത്. പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഇവർ കുറേ ആൾക്കാർ വന്ന് വളഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഫുള്ളായിട്ട് ഇവർ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഇരിക്കുകയായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ പേടിയായി, എല്ലാം കൂടി കുറേ എണ്ണം ഒന്നിച്ച് വന്നപ്പോൾ പേടിയായി. പിന്നെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഇവരെ കൊണ്ട്. ഇവർ നമ്മളെന്തെങ്കിലും കൊടുക്കുമോയെന്ന് ചെന്നിട്ട്
വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. നമ്മൾ പുറത്തിരുന്നിട്ട് തന്നെ അത്ര വലിയ ഉപദ്രവമൊന്നുമില്ല. അവർ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുരങ്ങനായിരുന്നു നമ്മൾ പൊറോട്ട കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 2 സൈഡ് പൊറോട്ടയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ കുരങ്ങന്മാരെ നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വീണ്ടും പുറപ്പെട്ടിട്ടുണ്ടായിന്. ഇവിടെ അടുത്ത് തന്നെ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ കാളന്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയുണ്ട്. അതിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി നമ്മൾ ഈ റിസോർട്ടിൽ തന്നെ ഉള്ള അത്തിപ്പഴം, നമ്മളെ ഫിഗിൻ്റെ ഒരു മരമാണിത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫിഗിൻ്റെ മരം കാണുന്നത്, നേരിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാളന്തി നദി, കാളന്തി അടിപൊളിയായിട്ടുള്ള നദിയാണ്. ഇതിന് അടുത്ത് തന്നെ ഉള്ള അടിപൊളിയായിട്ടുള്ള നദിയാണ് പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് ഇവിടേക്ക് യാത്ര. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല, നമ്മൾ വന്ന വഴിനേക്കാളും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴിയാണ് നമ്മൾ കാളന്തി നദിയിലേക്ക് പോകുന്നത്. അപ്പോൾ തിരുനെല്ലി തന്നെയാണ് ഈ കാളന്തി നദി ഉള്ളത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നമ്മൾ ചുരം തന്നെയാണ്, കുറച്ച് ചുരങ്ങളുണ്ട്. മൊത്തമായിട്ട് ചുരങ്ങൾ തന്നെയാണ് കയറിക്കൊണ്ടിരുന്നത്. മൊത്തം 2 സൈഡും കാടാണ്, കാടുമാണ്. അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. നമ്മളൊരു ഉച്ച ടൈമായിരുന്നു, ഒരു 11:30-12 മണി ഈ സമയത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ കാളന്തി നദിയുടെ തീരത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം തന്നെ കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ട്, ചെറിയ ചെറിയ കുട്ടികൾ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ, ഇവിടുത്തെ ആൾക്കാർ തന്നെയാന്ന് തോന്നുന്നു, പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇവിടുന്ന് തോന്നുന്നു അലക്കലും കുളിയൊക്കെ ഈ ഒരു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മീനുകളുണ്ട്. നമ്മളെ ഫിഷ് ടാങ്കിലൊക്കെ ഗ്ലാസ്സൊക്കെ നീറ്റാക്കുന്ന ഒരു മീനുണ്ട്. അതൊക്കെ ഈ എന്താ പറയുക, ഈ പുഴയിലുണ്ട്, കാളന്തി പുഴയിലുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ മീനേ ഉള്ളൂ ഇതിലേക്ക് ഇങ്ങനെ ഫുള്ള് പറ്റിപ്പിടിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന ഈ വഴി ഇവിടെ അവസാനിച്ച് പിന്നെ അപ്പുറത്തേക്ക് തുള്ളിയിട്ട് വേണം നമുക്ക് അപ്പുറം പോകാൻ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല, കുറച്ച് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ ഒരു സൈഡേക്ക് വന്ന്. അപ്പം നല്ല ക്ലിയർ വാട്ടറാണ്. മുന്നേ പോയിട്ടുള്ള മറ്റൊരു പുഴൻ്റെ തീരത്തുള്ള അതുപോലെയല്ല, വെള്ളമൊക്കെ നല്ല നീറ്റാണ്, അതുപോലെ തന്നെ നല്ല ക്ലിയർ വാട്ടറുമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇതിൽ നിന്ന് കളിച്ച് വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങി. എൻ്റെ നെച്ചൂനും മേവിക്കാണെങ്കിൽ ഈ വെള്ളം, അതുപോലെ തന്നെ സ്വിമ്മിങ് പൂള്, അതിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അധികം ഈ ബീച്ചിൽ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ നദിൻ്റെ തീരത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിന്. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച്. അപ്പോൾ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിന്, പക്ഷെ തിരിച്ച് കയറാൻ കുന്നെല്ലായതുകൊണ്ട് കുറച്ച് പണി വിട്ടേന്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് മയിലിനെ കണ്ടിട്ടുണ്ടായിന്. മയിലിനെ എന്തായാലും നമ്മൾ നാട്ടിൽ നിന്നും കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ എങ്ങനെയെങ്കിലും വൈദ്യുതിയൊക്കെ വരുത്തുന്നുണ്ട്. എന്നാലും ഇത് ഇവിടെ ഇന്ന് വന്നിട്ട് ഇവിടുന്ന് മയിലിനെ കാണാൻ പറ്റി. അപ്പോൾ കുട്ടികളൊക്കെ നോക്കിയത് മയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴി നെല്ലിക്ക കണ്ടിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ്. നമ്മൾ ചെറിയ നെല്ലിക്ക, കുഞ്ഞു നെല്ലിക്ക എന്ന് വെച്ചിട്ടൊന്ന് നോക്കുമ്പോൾ ഇത് കാട്ടു നെല്ലിക്കയാണ്. നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട്, അതിനെങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 4 കിലോത്തിന് 100 രൂപയോ മറ്റാണ്. അതിനുശേഷം നമ്മൾ നമ്മളെ റിസോർട്ടിലേക്ക് എത്തി. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടായത്. നല്ല അടിപൊളി ചോറും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ആയിരുന്നു ഉച്ചക്ക് ഇവിടുത്തെ ലഞ്ച് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ചോറിന് ശേഷം ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് റൂമിൽ ചെന്നിട്ട് നമ്മുടെ ബാഗ്, നമ്മൾ കൊണ്ടുപോയ ബാഗും ഇതൊക്കെ റെഡിയാക്കി നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ച്. അപ്പോൾ ഒരു 3-4 മണിക്കാണ് കേട്ടോ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തത്. നമുക്ക് രാത്രി വരെ ടൈമുണ്ട്, പക്ഷെ നമുക്ക് നാട്ടിൽ രാത്രി നമുക്ക് എത്തണം. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം തന്നെ പോയി. ഇതിനിടയിൽ വൈൽഡ് ലൈഫ് ഫോറസ്റ്റിലേക്ക്, നമ്മളെ തോൽപ്പെട്ടിയിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് തന്നെ. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ഇതില്ല. കാരണം ചില ആൾക്ക് അവിടെ നിന്ന് അന്വേഷിച്ചും പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ ഈ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ, ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ വിചാരിച്ച് വെറുതെ ഇത്രയും നമ്മൾ റിസ്ക് ഇട്ട് കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ പോകണ്ടെന്ന് കരുതി നമ്മൾ കയറിയിട്ടില്ല. ജസ്റ്റ് അവിടെ നിന്നിട്ട് വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച്.
അപ്പോൾ വയനാടുള്ള നമ്മളെ കാടും മലയും അതുപോലെ തന്നെ ക്ലൈമറ്റൊക്കെയാണ് നമ്മൾ ആസ്വദിച്ചത്. ഇപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ മെയിൻ ടൗണ്, നമ്മൾ വയനാട് മെയിൻ ടൗണിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല എന്താ പറയുക, നമ്മൾ സാധാരണ പോലെ നമ്മുടെ നാടെല്ലാം പോലെ തന്നെ ഇപ്പോൾ ഒരു ഫീലുണ്ട്. ഫുൾ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ കുറേ ഓട്ടോ സ്റ്റാൻഡ് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളെ നാടെല്ലാം പോലെ തോന്നി. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഒരു നഴ്സറി ഗാർഡനിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങോട്ടേക്ക് വയനാടേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടായിന്, വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക പ്ലാന്റ്സ് വാങ്ങിക്കാനുണ്ടായിന്, അങ്ങനെ കയറിയതാണ്. നോക്കുമ്പോൾ കുറേ നല്ല നല്ല പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇതിൻ്റെ പേര്, നമ്മൾ ഈ നഴ്സറിൻ്റെ പേരറിയില്ല. വയനാട് എവിടെയോ ആണ് ഈ സ്ഥലം ഉണ്ടായത്. കറക്റ്റ് നമ്മുടെ നാട്ടിലല്ലാത്തതുകൊണ്ട് ചോദിച്ചിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് റോസ് വാങ്ങിക്കാനുണ്ടായിന്. അപ്പോൾ അങ്ങനെ കയറിയതാണ്, മെയിനായിട്ട് കയറിയത്. അപ്പോൾ ഞാൻ കുറച്ച് റോസും അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, നല്ല നല്ല പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെങ്കാളും കണ്ണൂരിനെങ്കാളും കുറച്ച് റേറ്റ് കുറവായിട്ടാണ് തോന്നിയത്. നല്ല റേറ്റ് ഡിഫറെൻ്റ് ഉണ്ട്, ഒരു 10-40 രൂപയോളം ഡിഫറെൻ്റ് ഉണ്ട് പല പ്ലാന്റ്സിനും. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ ചെടിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീട്ടിലേക്കാണ് തിരിച്ചത്. അപ്പോൾ വീട്ടിലേക്ക് തിരിക്കുന്ന വഴി എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പോകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വരുമ്പോൾ എല്ലാവരും ആകെ ഒരു മൂഡ് ഓഫിൽ ഉണ്ടായത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവർക്കും ബൈ ബൈ, സീ യു.